ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഒരു വീക്കെൻഡ് വ്ലോഗാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ പതിവ് പോലെ ഞാൻ എണീറ്റ പാടെ ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഈ കട്ടനൊക്കെ മാറ്റി ഒന്ന് റൂമിൽ കുറച്ച് വെട്ടം വരുത്തും. വേറൊന്നുമല്ല, പിന്നെ ലല്ലി കിടന്ന് ഉറക്കം മൂട് വരും. രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് ബെഡ്ഷീറ്റ് മടക്കി വെക്കും. ബെഡ്ഷീറ്റ് മടക്കി ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി, നമ്മൾ കിടക്കുമ്പോൾ മാത്രമേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇതാക്കി വെക്കുള്ളൂ, ഇല്ലെങ്കിൽ ഓൾവേസ് ഞാനിങ്ങനെ മടക്കി സെറ്റാക്കി വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫേസ് വാഷ് ചെയ്യുന്നതിൻ്റെ ചടങ്ങിലേക്കാണ്. സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നല്ല മാറ്റമുണ്ട് കേട്ടോ, അത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിന് പറ്റും. ഇതൊരു എന്താ പറയുക, നല്ല സോഫ്റ്റ് ആക്കും സ്കിന്നൊക്കെ. ഞാൻ മുമ്പ് പലതരം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നെല്ലാം ഡ്രൈ ആക്കുമായിരുന്നു. ഈ സിമ്പിൾ യൂസ് ചെയ്തതിന് ശേഷം നോക്കിയാണ് എൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മുഖമൊക്കെ കഴുകി ഗൈസ്. ഫേസ് വാഷ് കഴിഞ്ഞ് മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് മോയ്സ്ചറൈസർ. അതെല്ലാം ഞാൻ മാറ്റി ഇതുപോലെ ഫേസ് വാഷ് പോലെ തന്നെ പലതരം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയൊരു സാധനമാണ് സെറ്റഫിലിൻ്റെ. അത് ആക്ച്വലി ഇതും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ റിവ്യൂ പറയുന്നതായിരിക്കും. ഓരോ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ പേടായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് റൂട്ടീനാണ് ഈ നാരങ്ങയല്ല, ഉണക്കമുന്തിരി, ബ്ലാക്ക് റേസിൻസ്. അത് സീഡ്ലെസ് ആണ്. ഇത് ഞാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഞാൻ ഫസ്റ്റ് അതാണ് കഴിക്കുന്നത്. അത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ, ബ്ലഡൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണെന്നൊക്കെ എൻ്റെ കൂടെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനത് നിർത്താതെ ചെയ്യുന്നുണ്ട്. ഇനിയും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും മെയിൻ ഡ്യൂട്ടി യൂണിഫോം കഴുകൽ. അത് പതിവാണ്. അത് ഞാൻ കൈകൊണ്ടേ കഴുകുള്ളൂ യൂണിഫോം. അങ്ങനെ അതൊക്കെ കുതിർത്ത് വെക്കാൻ വെച്ചിട്ട്, ഞാനാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇനിയും തലയിലൊക്കെ എണ്ണ മസാജ് ചെയ്ത് ഇട്ടു, റോസ്മേരി വാട്ടറൊക്കെ ഇട്ടു. അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചു. ഇനി അതങ്ങനെ ഇരുന്നോളുമല്ലോ. ഇനി ബാക്കി നമുക്ക് ഡ്യൂട്ടിയിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഭക്ഷണം: ചോറ്, രസം, പിക്കിൾ, പിന്നെ പപ്പടം പോലത്തെ സാധനം. പിന്നെ ഞാനാണെങ്കിൽ ഫുഡെല്ലാം കഴിച്ച് വന്ന് നഖമൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു. ഭയങ്കര നഖമൊക്കെ കുറേ വളർന്നിട്ടുണ്ടായിരുന്നു. നെയിൽസൊക്കെ ഭയങ്കര ഒരു ശോകമായി പോയി. യക്ഷിൻ്റെ കൈ പോലില്ലേ. പിന്നെ ഒന്നും നോക്കിയില്ല, കൈയൊക്കെ വെട്ടിയതേ വേറെ ഷേപ്പൊക്കെ ആക്കി. ഇതാണ് എൻ്റെ ന്യൂ സ്റ്റൈൽ. പിന്നെ ഞാൻ എൻ്റെ യൂണിഫോം വേറെ അലക്കി. പിന്നെ വീട്ടിലത്തെ ഡ്രസ്സ് വേറെ. വീട്ടിലത്തെ ഡ്രസ്സ് ഞാൻ മേശയിലിട്ടായിരിക്കും, കാരണം ഒരു ലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി, അതെല്ലാം കൊണ്ട് വിരിച്ചു. പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കി പുറത്ത് പോകണമല്ലോ. ഞാൻ റെഡി ആവുകയാണ്. നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിലോട്ട് കടന്നു ഞാൻ. ഇത് സിറം റീസെൻ്റ്ലി ഇതും യൂസ് ചെയ്യാൻ തുടങ്ങിയത് റീസെൻ്റ്ലി ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. ഇതും കൊള്ളാമെങ്കിൽ ഞാൻ പിന്നീട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇട്ടു. അങ്ങനെ മോയ്സ്ചറൈസർ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സൺസ്ക്രീനും വന്നു. ഇതെല്ലാം ഇട്ട് ഞാൻ റെഡി ആവുകയാണ്. ലിപ് ബാം മുഖ്യംബിക്കിലെ എന്ന് പറയുന്നത് പോലെ ഞാൻ റെഡിയായി ഗൈസ്. എൻ്റെ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടോ. സ്കിൻ കെയർ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ റെഡിയായി തെണ്ടാനായിട്ട് ഇറങ്ങി. എൻ്റെ മുഖം കണ്ടാൽ പറയൂ തെണ്ടാൻ പോവാമെന്ന്. ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഫുള്ള് കുളമായിട്ട് കിടക്കുക. ഏത് വഴി പോകും? അങ്ങനെ ഞാൻ റൂട്ട് മാറ്റി വേറെ റൂട്ടിൽ പോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു ഗൈസ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഫുൾ അഭിനയമാണ്. ഞാൻ ഒന്ന് പറഞ്ഞു നിൽക്കാനായിട്ട്. അതിൻ്റെ അഭിനയമാണ്. ഞങ്ങൾ ചായയും പഴംപൊരിയും കഴിച്ചു. ഞാൻ കാപ്പിയും പഴംപൊരിയായിരുന്നു. ഓരോന്ന് പറഞ്ഞു. ഇനി അവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അവരോട് തന്നെ ചോദിക്കാം. എന്താണ് അഭിപ്രായം? വളരെ മികച്ച അഭിപ്രായം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി സാധനങ്ങൾ വാങ്ങാൻ. അപ്പോഴാണ് അവിടെ പുതിയൊരു അതിഥീനെ കണ്ടത്. ഹലോ ഗൈസ്, കണ്ടു, തിരിഞ്ഞു നോക്കി. പുതിയൊരു സാധനം അകത്ത് വന്നിരിക്കുന്നു. പൂച്ചയും സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ. അങ്ങനെ തെണ്ടലിന് അന്ത്യം കുറിച്ച് ഞാൻ റോള് കഴിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ഇത്രയും കഴിച്ചതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് റൂമിൽ വന്ന് കിടന്നുറങ്ങി.